الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. صدق الله العلي العظيم. إمامي رسول الله والبيت قبلتي وديني من الأديان أعلى وأفخر. شفيعي رسول الله والله خالقي ولا رب إلا الله والله أكبر. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ബഹുമാനമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ റമളാൻ ശരീഫിന്റെ ഒന്നാം ദിനത്തിൽ നോമ്പുകാരായി അല്ലാഹുവിന്റെ ഭവനത്തിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി നമ്മൾ ഒരുമിച്ച് കൂടിയ അല്പസമയം നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഈ റമളാൻ ശരീഫ് നമ്മിൽ നിന്ന് വിട പറയുന്നത് വരെ അതിനോടുള്ള കടപ്പാടുകൾ പൂർണ്ണമായി പാലിച്ച് മര്യാദകൾ പാലിച്ച് ആരാധനകളെ കൊണ്ട് ധന്യമാക്കി ചെയ്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി ഇതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് റമളാൻ അവസാനം വരെ ഈ സമയത്ത് അല്പം ദീനിയായ കാര്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് തുടരാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു തആല നല്ല കാര്യങ്ങൾ പറയാൻ, നല്ലത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീന് വിശ്വസിച്ചവരും അത് പ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ് നമ്മളൊക്കെ. ആ ദീനിന്റെ 5 തൂണുകളിൽപ്പെട്ട റമളാൻ മാസത്തിലെ നോമ്പനുഷ്ഠിക്കുക എന്ന മഹത്തായ ഇബാദത്ത് ഉൾക്കൊണ്ട് ആ ഇബാദത്തിൽ ഉള്ളവരാണ് ഈ ഒരുമിച്ച് കൂടിയ നമ്മളെല്ലാം. ഏതൊരു അമൽ ചെയ്യുമ്പോഴും ആ അമൽ അറിഞ്ഞുകൊണ്ട് ചെയ്യണം. അതിനെപ്പറ്റി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ചെയ്യണം. അത് ഒരു മുകല്ലഫായ മനുഷ്യന്റെ മേൽ നിർബന്ധമാണ് എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞതായി കാണാം. മുകല്ലഫായ ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള ഒരു മനുഷ്യൻ എന്തൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴും, ദീനിയായ എന്തൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴും അതുമായി ബന്ധപ്പെട്ട അതിന്റെ നിയമങ്ങൾ, അത് നിഷ്ഫലമായി പോകുന്ന കാര്യങ്ങൾ എല്ലാം അവൻ അറിഞ്ഞിരിക്കൽ അവന് നിർബന്ധമാണ്. നിസ്കാരം അത് സ്വഹീഹാക്കാൻ ആവശ്യമായ അതിന്റെ ഷർത്തുകളും നിസ്കാരത്തിന്റെ ഫർളുകളും നിസ്കാരം
വിശുദ്ധമായ റമദാൻ ശരീഫിലെ നോമ്പ്, അതിന്റെ ഷർത്തുകളും നോമ്പിന്റെ ഫർളുകളും നോമ്പ് ബാത്തിലാക്കുന്ന കാര്യങ്ങളും ഇതേപോലെ സംബന്ധമായ കാര്യങ്ങൾ പോലും അങ്ങനെ വേണമെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഒരാൾ കച്ചവടം നടത്തുകയാണെങ്കിൽ ആ കച്ചവടത്തിൽ അവൻ പാലിക്കേണ്ട കാര്യങ്ങൾ, ആ കച്ചവടത്തിൽ സമൂഹത്തോട് അവന്റെ മേൽ കടമപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ആ കച്ചവടത്തിൽ പാടില്ലാത്ത കാര്യങ്ങൾ, അവൻ അതിൽ പാലിക്കേണ്ട മറ്റു കാര്യങ്ങൾ എല്ലാം അവൻ ചുരുങ്ങിയ രൂപത്തിലെങ്കിലും അതുമായി ബന്ധപ്പെട്ട ദീനിയായ അറിവുകൾ അവന്റെ പക്കൽ ഉണ്ടായിരിക്കണം. എന്നിട്ടായിരിക്കണം തുടങ്ങേണ്ടത് എന്നാണ് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മൻ തഅല്ലമ വഅമില ഫഖദ് അത്വഅ അല്ലാഹ മർറതൈൻ. ആരെങ്കിലും പഠിച്ചു, ആ പഠിച്ചതനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു, എന്നാൽ ഫഖദ് അത്വഅ അല്ലാഹ മർറതൈൻ, രണ്ട് തവണ അല്ലാഹുവിന് വഴിപ്പെട്ട് നന്മ ചെയ്തവനായി അവൻ. ഒന്ന്, അവൻ അല്ലാഹുവിന്റെ ദീൻ പഠിച്ചു, മറ്റൊന്ന് പഠിച്ചവൻ പ്രവർത്തിച്ചു എന്ന്. ഇങ്ങനെ പഠിക്കുകയും പഠിച്ചത് തന്റെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ അവൻ രണ്ട് കാര്യങ്ങളെ കൊണ്ട് അല്ലാഹുവിന്റെ വഴിപ്പെട്ടവനായി, അല്ലാഹുവിനെ അനുസരിച്ചവനായി. അതെല്ലാം വമല്ലം യതഅല്ലം വലം യഅമൽ ഫഖദ് അസല്ലാഹ തആല മർറതൈൻ. പഠിക്കാൻ മനസ്സിലാക്കാനും ഒക്കെ അവസരം ഉണ്ടായി, എന്നിട്ട് പഠിച്ചില്ല, പഠിക്കാത്തത് കൊണ്ട് തന്നെ അവൻ പ്രവർത്തിച്ചതുമില്ല, എന്നാൽ ഫഖദ് അസല്ലാഹ മർറതൈൻ, രണ്ടു വട്ടം അല്ലാഹുവിനെ അവൻ എതിര് ചെയ്തവനായി, അല്ലാഹുവിനെ ധിക്കരിച്ച് അവൻ അല്ലാഹുവിനെ എതിര് നിന്നവനായി. രണ്ട് നിലക്ക്, ഒന്ന് അവൻ പഠിച്ചില്ല, മറ്റൊന്ന് പഠിക്കാത്തത് കൊണ്ട് അതിന്റെ പേരിൽ അവന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് പറഞ്ഞു, വമൻ തഅല്ലമ വലം യഅമൽ ബിഹി ഫഖദ് അത്വഅ അല്ലാഹ മർറതൻ വഅസല്ലാഹ മർറ. ആരെങ്കിലും പഠിച്ചു, എന്നിട്ടോ പഠിച്ചത് ചെയ്യാൻ അവനെ കൊണ്ടാകുന്നില്ല, പഠിച്ചത് ചെയ്യാൻ അവന് മനസ്സില്ല, പല കാര്യങ്ങളും അവൻ പഠിച്ചിട്ടുണ്ട്, എന്നാൽ അവൻ ഒരു വട്ടം അല്ലാഹുവിനെ അവൻ അനുസരിച്ചവനായി, മറ്റൊന്നിലൂടെ അല്ലാഹുവിനെ അവൻ എതിര് ചെയ്തവനുമായി. നമ്മളിൽ ചില ആളുകളൊക്കെ ഈ മൂന്നാമത് പറഞ്ഞ ഗണത്തിൽ ഉൾപ്പെടുന്നവരാണ്. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ചെയ്യണം, പക്ഷെ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് ചെയ്യരുത്, എന്നിട്ട് അത് ഒഴിവാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ആരെങ്കിലും പഠിച്ചു, ആ പഠിച്ച കാര്യം അവന്റെ ജീവിതത്തിൽ ചെയ്യാനുള്ളതാണെങ്കിൽ ചെയ്യാൻ, ഒഴിവാക്കാനുള്ളതാണെങ്കിൽ ഒഴിവാക്കാൻ അവന് സാധ്യമായില്ല. എന്നാൽ അവൻ പഠിച്ചു എന്നത് നല്ലത് തന്നെ. അതുകൊണ്ട് അവൻ അല്ലാഹുവിനെ അനുസരിച്ചവനായി, അത് അനുസരിച്ച് തന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന്റെ പേരിൽ അവൻ അല്ലാഹുവിനെ എതിര് ചെയ്തവനുമായി. എന്നാ പിന്നെ തീരെ പഠിക്കാതെ നിന്ന പോലെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ പക്ഷെ ഉണ്ടായേക്കാം. പഠിക്കാതെ നിന്നാ പിന്നെ അതില്ലല്ലോ, ഈ ഇടങ്ങേറ് തേക്കേണ്ട ആവശ്യമില്ലല്ലോ, അള്ളാഹ് എതിരുന്നവനാകേണ്ടതില്ലല്ലോ. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന വലിയ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. അവൻ എന്നാ പറഞ്ഞത്, എന്നാ പിന്നെ എനിക്ക് പഠിക്കാനാവില്ല, പഠിച്ചാൽ ഇതിനൊക്കെ ഉണ്ട്, പഠിച്ചൊക്കെ ചെയ്യണം എന്നുണ്ട് എങ്കിൽ എന്നാ പിന്നെ ഞാൻ അതിനൊന്നും ഇരിക്കണില്ല, എനിക്കതൊന്നും പഠിക്കാനാവൂല എന്ന് വിചാരിച്ച് പഠിക്കാൻ അവസരമുണ്ടായിട്ട് പഠിക്കാതിരുന്നാൽ അവൻ ധിക്കാരിയാണ്, ദീനിനോടും അല്ലാഹുവിനോടും ധിക്കാരം കാണിച്ചവനാണെന്ന്. അപ്പോൾ ശിക്ഷയുടെ വളരെ വലുതാണ്. വിശുദ്ധമായ റമദാൻ ശരീഫിൽ റമദാൻ നോമ്പ്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായ ചില മസലകൾ മാത്രം പറഞ്ഞ് അതിന്റെ ശുറൂത്തുകളും അതിന്റെ ഫുറൂദുകളും ഒക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. വിശുദ്ധമായ റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും
എത്രയാണ് അതിന്റെ ഫضل, അതിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ അടുക്കലുള്ളത്, അതിന്റെ സ്ഥാനം എത്രയാണെന്നത് അത് നിർവചിക്കാൻ കഴിയില്ല. ഹദീസുകളിൽ വിവിധ രൂപങ്ങളിൽ ഓരോന്നിന്റെയും ശ്രേഷ്ഠതകൾ വിവരിച്ചതായി കാണാം. സാധാരണയായി നമ്മൾ കേൾക്കുന്ന ഒന്നാണ്, ഒരു സുന്നത്ത് ചെയ്താൽ ഫർദിന്റെ കൂലിയാണ്, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലിയാണ്. എന്നാൽ ഇതിനേക്കാൾ വലിയ പ്രതിഫലങ്ങൾ പറഞ്ഞ, വലിയ ഓഫറുകൾ പറഞ്ഞ ഹദീസുകൾ, വേറെ റിവായത്തുകൾ ഒരുപാട് നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ ളുഹർ നിസ്കാരം നിർവഹിച്ചു. ഇന്നലെ 70 പ്രാവശ്യം ളുഹർ നിസ്കരിച്ച ഫർദായ ളുഹർ 70 പ്രാവശ്യം കഴിഞ്ഞ 70 ദിവസങ്ങളിൽ ളുഹർ നിസ്കരിച്ചതിന്റെ കൂലിയാണ് ഇന്ന് നമ്മൾ ഈ നിസ്കരിച്ച ഒരൊറ്റ ളുഹർ നിസ്കാരത്തിനുള്ളത്. നമ്മൾ 2 റക്അത്ത് മുഅക്കദ സുന്നത്ത്, മുഅക്കദല്ലാത്തോട് കൂടി 4 റക്അത്ത് സുന്നത്ത് ളുഹറിന് ശേഷം ഉണ്ടല്ലോ, അതുകൂടി നമ്മൾ നിസ്കരിച്ചാലോ ആ ഓരോ 2 റക്അത്തിനും ഇന്ന് നമ്മൾ നിസ്കരിച്ച 2 റക്അത്ത് സുബ്ഹ് നിസ്കാരത്തിന്റെ കൂലിയാണ് കിട്ടുന്നത്, സുന്നത്തിന്റെ ഫർദിന്റെ കൂലിയാണ് കിട്ടുന്നത്. ഈ ചാൻസുകളൊന്നും ഒരിക്കലും ഇങ്ങനെ അവസരം വരുമ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്താതെ പോകരുത്. ഇദാ വജദൽ ഇൻസാനു ലിൽ ഖൈരി ഫുർസതൻ വലം യഗ്തനിം ഫഹുവ ലാ ശക്ക ആജിസു. തന്റെ ജീവിതത്തിൽ നല്ലത് കൊണ്ടുവരാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് ആ അവസരം ഉപയോഗപ്പെടുത്താത്ത മനുഷ്യൻ, അവൻ പരലോകം വിജയിപ്പിക്കാൻ കഴിയാത്ത അശക്തനാണ്, തന്റെ വിജയം നേടിയെടുക്കാൻ കഴിയാത്ത അശക്തനാണ്. ഒരു സംശയവും വേണ്ട, അവൻ ദീനിന്റെ കാര്യത്തിൽ തന്റെ വിജയം ആഗ്രഹിക്കാത്ത, തന്റെ വിജയം നേടിയെടുക്കാൻ കഴിയാത്ത ഭാഗ്യദോഷിയായ മനുഷ്യനാണ് അവൻ. നന്മ നേടിയെടുക്കാൻ പറ്റിയ വല്ല അവസരവും വേറെ മറ്റു മാസങ്ങളിലോ മറ്റു സന്ദർഭങ്ങളിലോ ഉണ്ടോ? ഇല്ല. വിശുദ്ധമായ റമദാൻ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് നന്മകൾ കൂട്ടാൻ വേണ്ടി അല്ലാഹു തആല തന്ന ഈ സുവർണാവസരം, എല്ലാവിധ ഖൈറാത്തുകളും അത് മാത്രം മുഅ്മിനീങ്ങൾ ചിന്തിക്കുന്ന, അതിന് ഉത്സാഹം കാണിക്കുന്ന, നമ്മൾ നല്ലതിലേക്ക് മാത്രം നമ്മുടെ ചിന്ത വിടുന്ന, തിന്മയിലൊക്കെ നമ്മൾ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്ന പിശാചുകളെ വരെ തങ്ങൾ പറഞ്ഞ ഈ വിശുദ്ധമായ റമദാൻ ശരീഫ്, ഇങ്ങനെയുള്ള വലിയ അവസരങ്ങൾ നമുക്ക് ലഭിച്ചിട്ട് അത് നമ്മൾ ആവുന്നത്ര നമ്മൾ ഉപയോഗപ്പെടുത്തും. നമുക്ക് നമ്മുടെ ജോലിക്ക് പോകാനുണ്ടാകും, മറ്റു പല കാര്യങ്ങൾക്ക് നമുക്ക് ഓടിപ്പാനി നടക്കാനുണ്ടാകും. എന്നാൽ ഇനി ഈ റമദാൻ 23 ദിവസം പോയാൽ അതെനിക്ക് തിരിച്ചു വരികയില്ല. ഈ റമദാൻ മാസം ഇടപെടൽ അടുത്ത റമദാൻ ആവണമേ, ഇതുപോലുള്ള ഒരു അവസരം വരണമെങ്കിൽ ഞാൻ ഉണ്ടാകുമോ ഇല്ലേ എന്നറിയില്ല, നമുക്ക് ഒരാൾക്കും നിശ്ചയമില്ല. അതുകൊണ്ട് കിട്ടുന്ന ഞാൻ ചെയ്യണേ എന്നുള്ള സംതൃപ്തി, ഒരു ചെറിയൊരു സംതൃപ്തിയെങ്കിലും നമ്മുടെ മനസ്സിൽ വരുന്ന രൂപത്തിൽ ആയിരിക്കണം നമ്മളൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ യഅലമു الناس ما في رمضان من اليمن والبركة لتمنوا أن يكون حولا كاملا. أجمع الزوائد الحديث കാണാം. റമദാൻ മാസത്തിലുള്ള നന്മയും ബറക്കത്തും പുണ്യവും ഒക്കെ എത്രയാണെന്ന് വ്യക്തമായി മനുഷ്യൻ മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലാഹുവേ 12 മാസം ഇങ്ങനെ തന്നെ അയാൾ മതിയായിരുന്നു എന്ന് ഏതൊരു വിശ്വാസിയും ആഗ്രഹിച്ചു പോകുമെന്ന്. പക്ഷേ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഒരാൾ ചോദിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം ഫർളായി 50 വക്ത് നിസ്കാരമായിട്ട് പോന്നപ്പോ വൈക വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെട്ടതുകൊണ്ട് 5 വക്തായി ചുരുങ്ങി കിട്ടി. 5 വക്തായി ചുരുങ്ങി കിട്ടി.
പക്ഷേ ഈ മാസം മുഴുവനായിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുത്ത് അതുമായിട്ട് റസൂലുള്ള പോന്നപ്പോ എന്റെ ബൈക്കൊന്നും ആരും കാണാനില്ല. മനസ്സിലായില്ല? 50 വെച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇടപെട്ട് നമുക്ക് 5 ചുരുങ്ങി കിട്ടി. റസൂലുള്ളാഹി 12 മാസത്തിൽ ഒരു മാസം ഇടപെട്ടൊന്ന് കുറച്ചാക്കി പൗര്യനെങ്കിലും 15 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ആരും കിട്ടാൻ വേണ്ടി ആരൊന്ന് ഇടപെടാനെന്തേ? തമാശയായിട്ട് ചോദിച്ചതാണെങ്കിലും ആ ചോദ്യം വലിയ അപകടമുള്ള ചോദ്യമാണ്. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാനേ പാടില്ല. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാനേ പാടില്ല. 11 മാസം അങ്ങനെ വെച്ചൊരു മാസം പരിപൂർണമായ വിശ്വാസത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും അവൻ ശുദ്ധിയാക്കി, അവൻ പാപങ്ങൾ മുറുക്കപ്പെട്ടു, സ്വഭാവ സംസ്കരണങ്ങൾ വരുത്തി, ചിന്താഗതികളും വിശ്വാസങ്ങളും ഒക്കെ മാറ്റി നിർത്തി പരിപൂർണ ശുദ്ധനായി അവൻ ഈ റമദാനിൽ അങ്ങ് ഇറങ്ങിപ്പോകണം. അതിനാണ് നമുക്ക് തന്നത്. അതിനുള്ള അവസരമാണ്, കഴുകി ശുദ്ധിയാക്കാനുള്ള അവസരമാണ് അല്ലാഹു തആല തന്നത്. റമദാൻ വന്നിട്ട് ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ റമദാൻ കൊണ്ട് നമുക്ക് ഗുണം കിട്ടിയില്ല സ്വന്തം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. റമദാൻ വന്നു, 29 ദിവസം നമ്മൾ നോക്കെടുത്തു. പല പിറ്റേ ദിവസം നമ്മൾ നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് തന്നെയാണ് മടങ്ങി പോകുന്നത്. മാറ്റങ്ങൾ നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ ഇല്ല എങ്കിൽ റമദാൻ കൊണ്ടുള്ള നന്മയൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. ആത്മീയ ശുദ്ധി നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. വിശുദ്ധമായ റമദാൻ ശരീഫിലെ നോമ്പ് മുക്കല്ലഫായ ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള ശുദ്ധിയുള്ള എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. മുസ്ലിമായിരിക്കണം, ബുദ്ധിയുള്ളവരായിരിക്കണം, പ്രായപൂർത്തിയുള്ളവരായിരിക്കണം, ശുദ്ധിയുള്ളവരായിരിക്കണം. ഇത് ശർത്താണ്. റമദാൻ നോമ്പ് നിർബന്ധമാകാനുള്ള ശർത്താണ്. അതേ സമയത്ത് അവിശ്വാസിക്ക് നോമ്പ് നിർബന്ധമില്ല. ഒരു അവിശ്വാസി ചില ആളുകളൊക്കെ പറയും, ഞാൻ കഴിഞ്ഞ റമദാൻ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ ചില അവിശ്വാസികളായ ഇസ്ലാമേതര പ്രസ്ഥാനക്കാരായ ചില ആളുകളൊക്കെ അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ പലരും പറഞ്ഞതായി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ വർഷം മുസ്ലിങ്ങളുടെ റമദാനിലെ ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, ഞാൻ 30 നോമ്പെടുത്തിട്ടുണ്ട്, ഞാൻ അത്ര എടുത്തിട്ടുണ്ട്, നോമ്പ് കൊണ്ട് വളരെ വലിയ ഗുണങ്ങൾ ഈ പറയുന്നത് പോലൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സംഗതി ശരിയാണ്. ശാരീരികമായുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്, സാമൂഹികമായ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതേസമയം ലഭിക്കേണ്ട പ്രതിഫലം അവർക്കും ഉണ്ടാവില്ല. അത് വിശ്വാസിയായ മുസ്ലിമായ നിലയിൽ നോമ്പെടുത്താലേ ഉണ്ടാവുള്ളൂ. ഒരു മുസ്ലിം നോമ്പെടുത്താൽ അവന്റെ നോമ്പ് സ്വീകരിക്കും. നോമ്പ് കൊണ്ട് അവന്റെ പരലോകത്ത് പ്രതിഫലമുണ്ട്. ഇവിടുന്ന് സാമൂഹികമായതും ശാരീരികമായതും മറ്റു പല നിലക്കുള്ള ഗുണങ്ങൾ അവനുണ്ട്. അതിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിലും പ്രതിഫലം ലഭിക്കണമെങ്കിലും എന്ത് വേണം? മുസ്ലിമായ ആൾ നോമ്പെടുത്തതായിരിക്കണം. ഒരു വിശ്വാസിയായി ജീവിച്ച മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവൻ ഈ കടന്നു വന്നത് മുതലുള്ള നോമ്പ് അവന് നിർബന്ധമുള്ളൂ. അതേസമയത്ത് കഴിഞ്ഞത് അവൻ ഖളാ വീട്ടേണ്ടതില്ല. എന്നാൽ മുസ്ലിമായ ഒരു മനുഷ്യൻ ഇസ്ലാമിൽ പുറത്തുപോയി അവൻ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ അവന്റെ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകളൊക്കെയും ഖളാ വീട്ടൽ അവന് നിർബന്ധമാണ്. അതേപോലെ ആർത്തവ സമയം നാം പറഞ്ഞല്ലോ, ശുദ്ധിയുള്ളവരായിരിക്കണം. സ്ത്രീകൾ അതിന്റെ പകലിലെ അല്പസമയത്താണ് ഉള്ളതെങ്കിൽ പോലും അവരുടെ നോമ്പ് ബാധ്യതയായി പോകും. പക്ഷേ റമദാൻ മാസത്തിലെ നോമ്പ് അശുദ്ധിയുടെ പേരിൽ നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടൽ അവർക്ക് നിർബന്ധമാണ്. അതേസമയത്ത് നിസ്കാരം അവർക്ക് ഖളാ വീട്ടൽ നിർബന്ധമില്ല. കാരണം അത് ഡെയിലി ഉള്ളതാണ്. റമദാൻ മാസത്തിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരുക്ക വരുന്നതായതുകൊണ്ട് അത് നഷ്ടപ്പെട്ടാൽ അവരത് മറ്റ് ദിവസങ്ങളിൽ ഖളാ വീട്ടേണ്ടതുണ്ട്. പിന്നീട് ബുദ്ധിയുള്ള മനുഷ്യരിലെ റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമുള്ളൂ.
ഒരാൾക്ക് അവന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി, അവന്റെ പ്രവർത്തനം കൊണ്ട് അല്ല എങ്കിൽ ആ ബുദ്ധിയില്ലാത്ത ദിവസങ്ങളിൽ അവൻ ഭ്രാന്തനായി ബുദ്ധി നഷ്ടപ്പെട്ട ദിവസങ്ങളിലുള്ള നോമ്പ് അവന്റെ മേലിൽ നിർബന്ധമില്ലാതെ അവന് ബോധം തെളിഞ്ഞാൽ ആ നോമ്പ് ഖളാ വീട്ടൽ, അവൻ ബുദ്ധി ശരിയായാൽ ആ നോമ്പ് ഖളാ വീട്ടൽ അവന് നിർബന്ധമില്ല. അതേ സമയത്ത് തന്റെ ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ലഹരി വസ്തു ഉപയോഗിക്കുകയോ മറ്റോ ചെയ്തു അവന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി, അവന്റെ പരിസരബോധം നഷ്ടപ്പെട്ടു പോയി, അതൊരു പകലിൽ അല്പസമയമാണെങ്കിലും ഒരു ദിവസം ഫുള്ളാണെങ്കിലും ദിവസങ്ങളോളമാണെങ്കിലും ഒക്കെ അവൻ കുറ്റക്കാരനാണ്. അവന്റെ ഈ നോമ്പ് മുഴുവൻ അവൻ ഖളാ വീട്ടൽ അവന് നിർബന്ധവുമാണ്. കാരണം അവന്റെ ബുദ്ധി ഇല്ലാതായത് അവന്റെ പ്രവർത്തനത്തിനോടുണ്ടായതാണ്. നോമ്പ് സ്വീകരിക്കപ്പെടുന്ന ദിവസത്തിലുമായിരിക്കണം. നോമ്പ് സ്വീകരിക്കപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ നോമ്പൊൽക്കൽ ഹറാമുള്ള ദിവസം, അതായത് പെരുന്നാൾ ദിവസം പോലെ. പെരുന്നാൾ ദിവസം പെരുന്നാൾ ഉറപ്പായി എന്നാ പിന്നെ ഞാൻ നോമ്പെടുക്കാണ്, 29 നോമ്പിന്റെ 29 നോമ്പെടുത്തു, അങ്ങനെ പിന്നെ മാസം കൊണ്ട് ഒരാൾ വാശി പിടിക്കാനില്ല, ഞാൻ നാളെ 30 നോറ്റിട്ട് തന്നെ ഞാൻ പെരുന്നാൾ കഴിക്കണുള്ളൂ, നിങ്ങളൊക്കെ കഴിച്ചോളൂ, ഞാൻ കഴിക്കണില്ല, ഞാൻ 30 തന്നെ വേണം, എനിക്ക് കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ എനിക്ക് കിട്ടിയതല്ല, എനിക്ക് 30 തന്നെ വേണം എന്നല്ല വാശി പിടിച്ചാൽ അവന്റെ നോമ്പ് സ്വഹീഹല്ല എന്ന് മാത്രമല്ല നോമ്പെടുക്കൽ ഹറാമാണ്. നോമ്പ് പാടില്ലാത്ത ദിവസമാണ് പെരുന്നാൾ ദിവസങ്ങൾ. അന്ന് നോമ്പ് സ്വീകരിക്കുകയില്ല, നോമ്പെടുക്കൽ ഹറാമാണ്. പരിശുദ്ധമായ റമദാൻ ശരീഫിലെ നോമ്പിന് 2 ഫർളുകൾ മാത്രമേ ഉള്ളൂ. നിസ്കാരത്തിന് 14 ഫർള് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ റമദാൻ മാസത്തിലെ നോമ്പിന് 2 ഫർളുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, എല്ലാ ദിവസത്തിന് വേണ്ടിയും തലേ രാത്രിയിൽ നിയ്യത്ത് ചെയ്യുക എന്നത്. രണ്ടാമത്തെ കാര്യം അൽ ഇൻസാഖു അനിൽ മുഫത്തിറാത്ത്, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ വരാതെ അവൻ ശ്രദ്ധിച്ചു നിൽക്കുക. ഒന്ന്, നിയ്യത്ത് ചെയ്യുക. ഇന്നത്തെ പകലിന്റെ നോമ്പിന് ഇന്നലെ രാത്രിയിൽ നമ്മൾ നിയ്യത്ത് ചെയ്തവരായിരിക്കണം. ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഇന്നലെ മഗ്‌രിബ് ആയത് മുതൽ ഫജ്ർ വരെയുള്ള സമയം, ഇന്നത്തെ മഗ്‌രിബ് മുതൽ നാളത്തെ ഫജ്ർ വരെയുള്ള സമയം, ഇതാണ് രാത്രി. ഈ ആയിരിക്കണം നിയ്യത്ത്. ഫർള് നോമ്പിന്റെ നിയ്യത്തിലെ തന്നെ ചെയ്യുക എന്നത് ആ നിയ്യത്തിന്റെ ശർത്താണ്, ഇതിന്റെ നിബന്ധനയാണ്. അതേസമയത്ത് സുന്നത്ത് നോമ്പിന് അങ്ങനെയില്ല. സുന്നത്ത് നോമ്പരാണ് രാവിലെ, ഇന്നിപ്പോ സുന്നത്ത് നോമ്പെടുക്കാൻ പറ്റിയ ദിവസം നോക്കുക, എന്നാൽ ഈ 100 വരെയുള്ള സമയത്തിന്റെ ഇടയ്ക്ക് അവന് നോമ്പുറിക്കുന്ന കാര്യങ്ങളൊന്നും അവന്റെ പക്കൽ നിന്നും ഉണ്ടായിട്ടുമില്ല, അവൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. നോമ്പുറിക്കുന്നവർ നോമ്പുകാരനെ നോമ്പ് വാർത്തിലാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അതൊന്നും അവന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. എന്നാൽ അവൻ തീരുമാനിക്കുക, ഞാൻ എന്തായാലും ഇന്നാണ് നോമ്പെടുക്കട്ടെ എന്നാണ് നിയ്യത്ത് വെച്ചാൽ അവന് നോമ്പ് ലഭിക്കും ഉച്ചവരെയുള്ള സമയത്തിന്റെ ഇടയ്ക്ക്. എന്നാൽ നിയ്യത്തിൽ രാത്രി തന്നെയായിരിക്കുക എന്നത് നിർബന്ധമാണ്. എന്ന് നിർണയിക്കലും തീർച്ചയാക്കിയത് പ്രായശ്ചിത്തത്തിന്റെ നോമ്പാണെങ്കിൽ പ്രായശ്ചിത്തത്തിന്റെ എന്ന് ഇങ്ങനെ നിർണയിക്കലും ശർത്തമാണ്. പിന്നെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളെ തൊട്ട് അവൻ ശ്രദ്ധിച്ചു നിൽക്കുക, അവൻ ആ കാര്യത്തിൽ നല്ല ജാഗ്രതയുള്ളവരായിരിക്കുക. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ബോധപൂർവം അവരിൽ നിന്നുണ്ടാവാൻ പാടില്ല. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നതാണ്. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളാണ്. ഒന്ന്, ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക. 2, മനുഷ്യൻ അവന്റെ തന്റെ പ്രവൃത്തി മുഖേന ഛർദ്ദി ഉണ്ടാക്കുക. 4, നോമ്പുകാരന്റെ ഉള്ളിലേക്ക് വല്ല തടിയും പ്രവേശിക്കുക. ബാക്കി പിന്നെ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന 4 കാര്യങ്ങളുടെ പരിധിയിൽ വരും. ഞങ്ങൾ ചിന്തിക്കും അതുകൊണ്ട് പറയല്ലോ ആ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ വിശദീകരണത്തിലും ഇതിന്റെ പരിധിയിലും വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അറിഞ്ഞുകൊണ്ടും മനഃപൂർവ്വം സ്വയം ചെയ്യുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളെ കൊണ്ട് അവന്റെ നോമ്പ് ബാധ്യലാകുന്നുള്ളൂ.
ഒരാൾ മറന്ന്. ഇപ്പൊ ഇന്നലെ വരെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചവരാണ്. ഇന്ന് നേരം വെളുത്ത് നമ്മള് പള്ളേക്കാടിയപ്പോ നമ്മളെന്ത് ചെയ്ത് ഭക്ഷണം ഉണ്ട് അവിടെ വീട്ടില് നമ്മൾ പോയിട്ട് വയറ് നിറച്ച് കഴിച്ചു. വയറ് നിറച്ച് കഴിച്ചാൽ നോമ്പാണല്ലോ എന്ന് ഓർമ്മ വന്നത്. ഒരു കുഴപ്പമില്ല, ഒരു കഴിച്ചില്ല. ഓർമ്മ വന്നാൽ ഉടനെ പോകണം, പിന്നെ പാടില്ല. ഓർമ്മ വന്നാൽ ആ ഓർമ്മ വന്നിട്ട് മുതൽ പിന്നൊന്നും പാടില്ല. അവൻ അറിയാതെ മറന്നു ചെയ്തു പോയതിന് അവൻ കുറ്റക്കാരനല്ല, അവന്റെ നോമ്പ് ബാത്തിലാക്കുകയില്ല. മനഃപൂർവ്വമാണെങ്കിൽ അത് എത്ര അവന്റെ വയറ്റിലേക്ക് ഒരു തടിയും പ്രവേശിക്കാൻ പാടില്ല. തടി എന്ന് പറയുമ്പോ പുകവലിക്കുന്ന ആളുകൾ, സിഗരറ്റ് വലിക്കുന്ന ആളുകൾ അതിന്റെ പുകവലിച്ച തടിയായിട്ടാണ് എണ്ണുന്നത്. സിഗരറ്റ് വലിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ ഒന്നും ഇങ്ങനെയുള്ള വസ്തുക്കൾ വരെ എണ്ണപ്പെടുന്നത്. ഒരാളെ നിർബന്ധിപ്പിച്ച് അവന്റെ വായ പിടിച്ച് വേറെ ചില ആളുകൾ പിടിച്ച് അവനെ വെള്ളം കുടിപ്പിച്ചു. പക്ഷേ അവന്റെ നോമ്പ് മുറിയുന്നില്ല. കാരണം അവൻ നിർബന്ധിപ്പിക്കപ്പെട്ടവനാണ്. നിർബന്ധിതാവസ്ഥയിൽ തനിക്ക് നിർബന്ധിച്ച് ഒരാളെ കൊണ്ട് നോമ്പ് മുറിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യിപ്പിച്ചു. അവന്റെ മനസ്സതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പക്ഷേ അതുകൊണ്ട് അവന്റെ നോമ്പ് ബാത്തിലാക്കുകയില്ല എന്നതാണ്. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ശർത്തുകൾ പറഞ്ഞു, നോമ്പിന്റെ ഫർളുകൾ പറഞ്ഞു, നോമ്പ് ബാത്തിലാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ചുരുങ്ങിയ രൂപത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉള്ളതോടുകൂടി നമ്മൾ രാത്രി നിയ്യത്ത് വെക്കാൻ മറന്നുപോകാതെ, നമുക്ക് ആ ദിവസത്തെ നോമ്പ് പിന്നീട് വീട്ടേണ്ടി വരും. രാത്രി തന്നെ നിയ്യത്ത് വെക്കാൻ മറന്നുപോയാൽ ആ ദിവസത്തെ നോമ്പ് നഷ്ടപ്പെട്ടു, നമ്മൾ നിർബന്ധമായി വരും. എന്നാൽ ഒരു നോമ്പുകാരനെ പോലെ തന്നെ നിൽക്കുകയും വേണം. ഇന്ന് രാത്രി നമ്മൾ നിയ്യത്ത് വെക്കാൻ മറന്നുപോയി. നേരം എടുത്ത് ഫജ്റായതിനു ശേഷമാണ് ഓർമ്മ പഠിച്ചോലെ ഞാൻ നിയ്യത്ത് വെച്ചില്ലായിരുന്നല്ലോ. എന്നാൽ ഒരു നോമ്പുകാരൻ എങ്ങനെയാണോ നിൽക്കേണ്ടത് അതേപോലെ തന്നെ വൈകുന്നേരം വരെ അവൻ നിൽക്കേണ്ടതുണ്ട്. ഒരു നോമ്പില്ല, പക്ഷേ നോമ്പുകാരനെ പോലെയാണ്, വ്യത്യാസവുമില്ല. അതിന് ഇംസാക്ക് എന്ന് പറയുക, വാജിബായ ഇംസാക്ക്. അവന് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു പോയി, അവൻ ഇത് പാലിക്കേണ്ടതുണ്ട്. റമദാൻ കഴിഞ്ഞ ദിവസം അവൻ ഖദാ കിട്ടേണ്ടതുണ്ട്. മനഃപൂർവ്വം നോമ്പ് ഒഴിവാക്കിയവർ അങ്ങനെ തന്നെയാണ്. അനുവദിച്ച കാരണങ്ങളില്ലാതെ നോമ്പ് ഒഴിവാക്കാൻ, അനുവദിക്കപ്പെട്ട കാരണമില്ലാതെ മടിയാക്കിയ ആളുകളാണെങ്കിൽ അവർക്കും ഇംസാക്ക് നിർബന്ധമാണ്. പിന്നെന്തിനെ ഒഴിവാക്കിയത്? ഒഴിവാക്കിയതിനെ കുറ്റക്കാരനായി, ഇംസാക്ക് പാലിക്കാനായി, ബഹുമാനം മാനിച്ചതിന്റെ പേരിൽ വലിയ കുറ്റക്കാരനായി. ഇങ്ങനെ എനിക്ക് നോമ്പ് ഒഴിവാക്കണം തോന്നുമ്പോഴേക്ക് ഒരിക്കലും നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. അനുവദിക്കപ്പെട്ട കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നോമ്പ് ഒഴിവാക്കാൻ പാടുള്ളൂ. നോമ്പുകാരനെ പോലെ നോമ്പ് കാരണമില്ലാതെ ഒഴിവാക്കിയവനും ഇംസാക്ക് ചെയ്യൽ നോമ്പുകാരനെ പോലെ തന്നെ നിൽക്കൽ നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായി ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ ചുരുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇത്തിഖാഫ് വർദ്ധിപ്പിക്കണം. പള്ളിയിലേക്ക് എപ്പോ കയറുമ്പോഴും മുതലെടുത്ത് പള്ളിയിലേക്ക് കയറുമ്പോൾ പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ച് നവൈത്തുൽ ഇഅ്തികാഫ് ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന് നിയത്ത് വെച്ചാൽ നമ്മുടെ ഈ പള്ളിയിലുള്ള ഓരോ നിമിഷവും വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. അത് നിസ്കാരത്തിലാണെങ്കിലും ഖുർആനിലാണെങ്കിലും ദിക്റുകളിലാണെങ്കിലും പള്ളിയിൽ വഖഫ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ അങ്ങനെ അങ്ങുമിങ്ങും ഇങ്ങനെ നടക്കുകയാണെങ്കിലും ഒരു വിഭാഗത്തെ ബന്ധപ്പെടുന്നുള്ളൂ. എവിടെങ്കിലും പള്ളിയിൽ വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്ത് മഴങ്ങിപ്പോയാണെങ്കിലും അവന് ഇങ്ങനെ പ്രതിഫലങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇത്തിഖാഫ് എന്ന് പറഞ്ഞ റമദാനിൽ മാത്രമുള്ളതല്ല, പള്ളിയിൽ കയറിയാൽ എപ്പോഴും പള്ളിയോടുള്ള അദബാണ് ഇത്തിഖാഫിന്റെ നിയ്യത്ത് ചെയ്യുക എന്നത്. പക്ഷേ റമദാനിൽ അതിന്റെ പ്രതിഫലവും മഹത്വവും വേറെയാണ്. അതുകൊണ്ടാണ് പ്രത്യേകം റമദാനിൽ ഇത് പരാമർശിക്കപ്പെടുന്നത്.
അതിനാൽ നമ്മൾ ആരും പള്ളിയിലേക്ക് കയറുമ്പോൾ ഈ വിശുദ്ധമായ റമദാൻ ശരീഫിൽ ഒരിക്കലും അത് മറക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു അല്പെങ്കിലും 2 മിനിറ്റ് ഉണ്ട്, എന്നാൽ 2 മിനിറ്റെങ്കിലും ഖുർആൻ എടുത്തിട്ട് എത്രയും അത്രയെങ്കിലും ആ ഇത്തികാഫിന്റെ നിയ്യത്തോടു കൂടി പള്ളിയിൽ ഇരുന്ന് കൊണ്ട് ഓതുമ്പോൾ എത്രയാധികം പവർ. നമ്മുടെ വീട്ടിലിരുന്ന് ഓതുന്ന കൂലിയുണ്ട്, പക്ഷേ ആ കൂലി ഈ 2 കൂടെ എക്സ്ട്രാ പ്രതിഫലം അതിൽ ലഭിക്കുകയില്ലല്ലോ. ഖുർആൻ ഓതുന്നതിന്റെ കൂലി മാത്രമല്ലേ കിട്ടുന്ന ഓതിന് കിട്ടുന്നുള്ളൂ. പള്ളിയിൽ നിന്നായിരിക്കുക, ഇതും കൂടി ചേരുമ്പോ നാം അല്ലാഹുവിന്റെ മലക്കുകളുടെ നമുക്ക് വേണ്ടിയുള്ള റഹ്മത്തിന്റെ നമ്മൾ നമ്മെ പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മെ പുകഴ്ത്തി ആ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തും. ഹദീസുകളിൽ കാണാം, വിശ്വാസികൾ ഇബാദത്തുമായി മുഴുകിക്കൊണ്ടിരിക്കുമ്പോ ശ്രേഷ്ഠ ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ സ്ഥലങ്ങളിൽ ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ അല്ലാഹുവിന്റെ മലക്കുകൾ അവർ നമുക്ക് വേണ്ടി പാപമോചനം തേടുകയാണ്. ഈ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി റഹ്മത്തിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം നമ്മിലുണ്ട്. ഈ ഇരിക്കുന്ന ആളുകൾക്കിടയിൽ എത്രയോ മലക്കുകളുണ്ട്, നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ നമുക്ക് അവരെ കാണാൻ കഴിയില്ല. നമ്മുടെ വാക്കുകളും നമ്മുടെ ചലനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും അവരെ രക്ഷിക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂലാക്കുമാറാകട്ടെ. പരമാവധി സുന്നത്ത് നിസ്കാരങ്ങൾ ഫർദിന്റെ കൂടെയുള്ള മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകളൊക്കെ റമദാനിലെങ്കിലും അത് പൂർണ്ണമായി നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. 22 റക്അത്താണ് റവാത്തിബ് സുന്നത്ത്. അതിൽ ശക്തമായ സുന്നത്തുള്ളത് 10 എണ്ണമാണ്. ളുഹറിന്റെ മുമ്പ് 4, ളുഹറിന്റെ ശേഷം 4, അസ്റിന്റെ മുമ്പ് 4, മഗ്രിബിന്റെ മുമ്പ് 2, ശേഷം 2, ഇശാഇന്റെ മുമ്പ് 2, ശേഷം 2, സുബഹിയുടെ മുമ്പ് 2, ഇങ്ങനെ 22 റക്അത്താണ് റവാത്തിബ് സുന്നത്തുകൾ. സാധാരണ നമ്മൾ മുഅക്കദ സുന്നത്തിൽ ഒതുക്കുന്നവരാണെങ്കിൽ ഏതാ മുഅക്കദ? ഈ 22 ശക്തമായ സുന്നത്തുള്ള മുഅക്കദ സുന്നത്തുള്ള 10 എണ്ണം ഏതാണ്? ളുഹറിന്റെ മുമ്പ് 2, ളുഹറിന്റെ ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, സുബഹിയുടെ മുമ്പ് 2. ഇത് ഈ 10 എണ്ണമാണ് ഏറ്റവും ശക്തമായ സുന്നത്തുള്ള മുഅക്കദ സുന്നത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ ചുരുക്കാതെ അതിന്റെ നഷ്ടപ്പെടാൻ പാടില്ല, അത്രക്ക് പവറാണ്. എന്നാൽ റമദാനിൽ ആ 22 എണ്ണെങ്കിലും റമദാൻ മാസമെങ്കിലും നമ്മൾ ഒന്ന് ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഈ അവസരം നമുക്ക് അടുത്ത കൊല്ലമാവട്ടെ. മാത്രമല്ല, ഈ ശീലം നമ്മളൊക്കെ കൊണ്ടുവന്നാൽ റമദാൻ കഴിഞ്ഞാൽ നമുക്ക് അവസരങ്ങൾ ഉണ്ടാകുമ്പോ, സമയം ഉണ്ടാകുമ്പോ ഓരോന്നും നമുക്ക് 4 തന്നെ നിസ്കരിക്കാൻ നമുക്ക് മനസ്സ് വരും, നമുക്ക് ചിന്ത വരും. നമ്മൾ നിസ്കരിച്ചു പോകും നമ്മൾ അറിയാതെ തന്നെ. ഇങ്ങനെ റമദാൻ ഉണ്ടാക്കുന്ന ശീലങ്ങളുടെ പ്രത്യേകത അതാണ്. നമ്മൾ തുടർന്നും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ സ്വീകരിക്കപ്പെട്ടവരാണ് എന്നതിന്റെ അടയാളം എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ, ജനങ്ങൾ നല്ല രൂപത്തിൽ സംസാരിക്കാൻ, നല്ല പെരുമാറ്റങ്ങൾ കൊണ്ടുവരാൻ, ചീത്തയായ ചിന്താഗതികളൊക്കെ വർദ്ധിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണിൽ റമദാൻ മാസത്തിൽ കർശനമായ നിയന്ത്രണം നമ്മൾ വരുത്തുക. അനാവശ്യ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ പല റീൽസുകളും ഇങ്ങനെ കണ്ട് ഇങ്ങനെ നമ്മുടെ സമയം ചെലവഴിക്കുന്നവരാണ്. ഈ കാണപ്പെടുന്ന റീൽസുകളിൽ 99% ഒരു ഗുണവും ഇല്ലാത്തതാണ്. ചിലതൊക്കെ തിന്മയിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. നമുക്ക് ചീത്ത ചിന്താഗതിയും ചീത്ത വിശ്വാസങ്ങളും അങ്ങനെ തുടങ്ങി നമ്മൾ ദീനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്നതുമായ കാര്യങ്ങളുള്ള ഉള്ളടക്കങ്ങൾ. അതുകൊണ്ട് അതിലേക്ക് അത്യാവശ്യത്തിന് മാത്രം അത് ഉപയോഗിക്കുക. കാര്യങ്ങൾ അറിയാനും മറ്റുമൊക്കെ അത് ഉപയോഗിക്കുക. റമദാനിൽ ഞാൻ അത് നിയന്ത്രിക്കുമെന്ന് ഓരോരുത്തരും സ്വയം ഒരു തീരുമാനമെടുത്ത് അങ്ങനെയുള്ളതിലേക്കൊന്നും നീങ്ങാതെ
അത്യാവശ്യ മെസ്സേജുകൾ വായിക്കാനും കാണാനും അതിൽ മെസ്സേജ് ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. മറ്റ് വിവരങ്ങൾക്കൊക്കെ വേണ്ടി അറിവ് നേടാനൊക്കെ ഉപയോഗപ്പെടുത്തുക. റമദാനിൽ ഞാൻ നിയന്ത്രണം അതിന് വരുത്തുമെന്ന് സ്വയം തീരുമാനിച്ച് അതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഏറെക്കുറെ ക്ലിയർ ആവും. പിന്നെ കൂട്ടത്തിൽ പറയാനുള്ളത്, ഇത് നമുക്കറിയാം, ലഹരിയുടെ കടും പിടുത്തത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. നമ്മുടെ രാജ്യമുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളമുള്ളത്, നമ്മുടെ അങ്ങേയറ്റത്തെ ലഹരിയുടെ പിടുത്തത്തിലുള്ളത്. ഈ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ക്യാമ്പസുകളിലൊക്കെ നടത്തുന്ന കാര്യങ്ങൾ, അതേപോലെ ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്ന് വരെ ഇന്നലെ നമ്മൾ വായിച്ചു, ഡോക്ടർ പിടിക്കപ്പെട്ടത്. ആരാണ് ഇതിന്റെ കണ്ണികളില്ലാത്തവർ, ഇതിന്റെ ശൃംഖലയിൽപ്പെട്ടവരില്ലാത്തവർ ആരാണുള്ളത്? നമ്മൾ വളരെയധികം ശ്രദ്ധ. നമ്മുടെ വീടുകളിൽ നിന്ന് പള്ളിയിലേക്കാണെന്ന് പറഞ്ഞു പോകുന്ന മക്കളെ, ഞാൻ പള്ളിയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ വീടുകളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമദാൻ മാസമോ അല്ലാത്ത മാസമോ എന്ന പ്രത്യേകത ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇല്ല. നമ്മുടെ മക്കളെ അതിന്റെ വിതരണക്കാരും മറ്റുമൊക്കെ ശ്രമങ്ങൾ എല്ലാ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കണ്ണു തുറക്കാതിരുന്നാൽ നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുവായി മാറുകയും അവരുടെ കരങ്ങളെ കൊണ്ട് നമ്മളൊക്കെ വധിക്കപ്പെടുകയും ചെയ്തേക്കാം. അതല്ലേ ഇന്ന് നമ്മൾ വർത്തമാനകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ, നമ്മുടെ മക്കളെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ, നമ്മുടെ കുടുംബത്തിനെ അല്ലാഹു നന്നാക്കി തരട്ടെ, നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ദിക്റുകളൊക്കെ നമ്മൾ അധികരിപ്പിക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം അത് പറയാം. റഹ്മത്തിന്റെ പത്തിൽ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. അതേപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇതിന്റെയൊക്കെ മഹത്വം ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ പറയാം. അതൊക്കെ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമം നടത്തുക. അർഹമർ റഹീമീൻ റബ്ബേ, ഞങ്ങളുടെ ഇബാദത്ത് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇത്രയും നേരം നിന്റെ ദീനിന്റെ ഇൽമ പറഞ്ഞത് ഞങ്ങൾ കേട്ടിരുന്നതും അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ഇത്തിഖാഫിന്റെ നിയ്യത്തോടു കൂടി സമയം ചെലവഴിച്ചതിനെ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ആഖിറത്തിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന അമലായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ നിർബന്ധമായ നോമ്പ് ഞങ്ങൾ അനുഷ്ഠിച്ചു. മറ്റേ നീ കൽപ്പിച്ച ഇബാദത്തുകൾ ബഹുമാനങ്ങളൊക്കെ ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു വരുന്നു. അല്ലാഹുവേ, അതിന്റെ അർഹമായ രൂപത്തിൽ അതിനോടുള്ള ഹഖ് പാലിച്ചുകൊണ്ട് ഈ ഇബാദത്തുകൾ നിർവഹിക്കാനും റമദാനിനെ സ്വീകരിക്കാനും ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അതിനോടുള്ള ബഹുമാനം ഹനിക്കുന്ന രൂപത്തിലുള്ള വാക്കുകളെ തൊട്ട് പ്രവർത്തനങ്ങളെ തൊട്ടൊക്കെ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഈ വിശുദ്ധമായ റമദാൻ ഞങ്ങൾക്ക് പരലോകത്ത് അനുകൂലമായി സാക്ഷിയാക്കണേ അല്ലാഹ്, പ്രതികൂലമായി സാക്ഷിയാക്കരുതേ അല്ലാഹ്. അല്ലാഹുവേ, റഹ്മത്തിന്റെ പത്താണ് അല്ലാഹ്. ഞങ്ങൾക്കും കുടുംബങ്ങളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നൊക്കെ മരിച്ചുപോയ ആളുകൾ ഒരുപാടുണ്ട് അല്ലാഹുവേ, അവരോട് നീ റഹ്മത്ത് കാണിക്കണേ അല്ലാഹ്. അവരെ ബർസഖി ലോകത്ത് അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. റമദാനിൽ നരകമോചിതരും പാപമോചിതരുമാക്കുന്നവരുടെ കൂട്ടത്തിൽ അവരൊക്കെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل